സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഇന്നലെ MSF കോഴിക്കോട് ഒരു മാർച്ച് നടത്തിയിരുന്നു. മാർച്ച് പോലീസ് പൊളിച്ച് പാളീസാക്കി കൊടുത്തെങ്കിലും ഒരു MSFകാരൻ ഇതിലൂടെ ലോക പ്രശസ്തനായി. ഒരു നേതാവിന്റെ ധൈര്യം എല്ലാ വിധത്തിലും പുറത്തുവന്ന കാഴ്ചയിലേക്ക്. പാഠപുസ്തക വിതരണം വൈകിയതായിരുന്നു സമരത്തിന്റെ പ്രധാന കാരണം. KSU കയറുപൊട്ടിയ പമ്പരമായതോടെ MSFകാർ തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു. കോഴിക്കോട്ടെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. ആദ്യം ഓടി വന്ന് ബാരിക്കേഡ് ചാടിക്കടക്കൽ മത്സരമായിരുന്നു. പിന്നെ നേതാക്കളുടെ പ്രസംഗമായിരുന്നു. അണികളെ നയിച്ച MSF നേതാവ് സയ്യിദ് ഷറഫുദ്ദീൻ ജിഫ്രിയാണ് പ്രാസംഗികൻ. ഒരു കാര്യം മാത്രമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അക്രമത്തിന്റെ മാർഗം ഞങ്ങളുടെ മാർഗമല്ല. നിയമത്തെ ഞങ്ങൾ മാനിക്കും, നിയമപാലകരെ ഞങ്ങൾ മാനിക്കും. പ്രസംഗത്തിനിടയിൽ അദ്ദേഹം ബാരിക്കേഡിനപ്പുറത്തുള്ള നേതാവിനോട് എന്തോ ആരായുന്നത് കാണാം. അത് അവസാനം മനസ്സിലായിക്കോളും. പ്രതിഷേധം നടക്കുന്നതിനിടെ സമരക്കാരിൽ ചിലർ മറ്റു വഴിയിലൂടെ ഓഫീസിനുള്ളിൽ കടന്ന് അവകാശ പത്രിക സമർപ്പിച്ചു. തിരിച്ചു വന്നപ്പോൾ കുട്ടി നേതാക്കൾക്ക് ഒരേ വാശി, ബാരിക്കേഡ് കടന്ന് പുറത്തേക്ക് പോകണമെന്ന്. പിന്നെ പറയാനുണ്ടോ പൂരം, അടിയോടടി. അതിനിടയിൽ നേരത്തെ മുന്നിൽ നിന്ന് നയിച്ച നേതാവ് എന്തു ചെയ്യുകയായിരുന്നെന്ന് കാണണ്ടേ. നിനക്ക് ഭ്രാന്തായടാ പന്നി, ഓടിക്കോ പ്രേമ പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ലാന്ന്. ഓടിക്കോ. ഈ വേളയിലാണ് സംവിധായകൻ സത്യൻ അന്തിക്കാടിനെ നമിച്ചു പോകുന്നത്. അദ്ദേഹം ഇതൊക്കെ എന്നോ കണ്ടിരുന്നു. ആളുന്ന തീയില് തിരിയെന്ന പാരണം, ആപത്തില്ലവനാന്റെ തടി നോക്കണം. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. എന്തായാലും ഇവരെയൊക്കെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ കാണാതെ പോയല്ലോ എന്നതിലാണ് മറ്റുള്ളവരുടെ സങ്കടം. പിന്നെ നേരത്തെ നമ്മുടെ നേതാവ് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് പിടികിട്ടിയല്ലോ. അടി വന്നാൽ ഓടാൻ പറ്റിയ വഴി ഏതായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. റിപ്പോർട്ടർ, കോഴിക്കോട്.